എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് കുറച്ച് സംസാരിക്കട്ടെ. കുറച്ച് സമയം നമ്മുടെ വീടിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്ക്. വെക്കുക, വിളമ്പുക, കഴുകിക്കുക, വെക്കുക, വിളമ്പുക, കഴുകിക്കുക. രാവിലെ സുബൈക്ക് ഇങ്ങോട്ട് ഇറങ്ങും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ. സുബൈക്ക് ഇങ്ങോട്ട് മുടി കയറ്റി ഒറ്റ ചുറ്റിക്കെട്ടലാണ്, മാക്സി കെട്ടി കയറ്റിക്കുത്തും, ഒറ്റ ഇറങ്ങല. സുബൈക്ക് കണ്ട് വെക്കണ ആ വെള്ളം, എന്നിട്ട് പിന്നെ തുടങ്ങും വെക്കാൻ. അതുകൊണ്ട് വിളമ്പുക, കഴുകിക്കുക. അപ്പോഴേക്ക് ഉച്ചക്കുള്ളത് വെക്കാനായി, വിളമ്പി കഴുകിച്ചു. അപ്പോഴേക്ക് വൈകുന്നേരത്തുള്ള ചായ വെച്ചു, വിളമ്പി കഴുകിച്ചു. അപ്പോഴേക്ക് രാത്രിക്കുള്ള ചോറ് വെച്ചു, വിളമ്പി കഴുകി വെച്ച് അകമൊക്കെ അടിച്ച് തുടച്ച് അടുക്കള തുടച്ച തുണി കൊടഞ്ഞിട്ട് ആ അടുക്കളന്റെ സിങ്കിന്റെ മുകളിൽ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് ഈ പെണ്ണ് നേരെ റൂമിലേക്ക് പോകുമ്പോ ഭർത്താവ് കമിന്നിറന്ന് ഉറങ്ങിണ്ടാവും. മക്കളൊക്കെ എപ്പോഴും ഉറങ്ങിണ്ടാവും. ഈ പെണ്ണ് പിന്നെ മെലികിട്ട് ഒരു മൂലൊക്കെ കിടന്നിറങ്ങും. പിറ്റേന്ന് രാവിലെ നേരം വെളുത്തു, എണീറ്റു, ഇതന്നെ പരിപാടി. വെച്ചു, വിളമ്പി, കഴുകിച്ചു, വെച്ചു, വിളമ്പി, കഴുകിച്ചു. അല്ലേ? ചോദിച്ചാ പറയും പണി എന്നെ പണി, പെരും പണി. അല്ലേ പെണ്ണുങ്ങൾക്ക് പണി? നിങ്ങൾ ആലോചിക്കും. ഞാനൊറ്റ കാര്യം സൂചിപ്പിക്കുന്നുള്ളൂ, നിങ്ങളെ പണി തീരുന്നവരെ നിങ്ങൾക്ക് പണി ഉണ്ടാവും. നിങ്ങളെ പണി തീർന്നാ പിന്നെ ഞമ്മക്കാ പണി, പിന്നെ ഓൾക്ക് പണിയില്ലല്ലോ. പിന്നെ പള്ളിപ്പറമ്പ് കൊണ്ടുണ്ട്. ഇതൊക്കെ തീർന്ന് എല്ലാ പണിയും തീർന്നിട്ട് ഭർത്താവിനെ നോക്കൽ നടക്കൂല, എല്ലാ പണിയും തീർന്നിട്ട് മക്കളെ നോക്കൽ നടക്കൂല. ആരാ അങ്ങനെ പറഞ്ഞെന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു സഹാബിയുടെ ഭാര്യയെ കുറിച്ച് സൂചിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു അത്രേ, ആ സഹാബിയുടെ ഭാര്യ സ്വർഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്ക. ഒരു സഹാബിയുടെ ഭാര്യ സ്വർഗത്തിലാണ്. ഉടൻ സ്വഹാബി വനിതകൾ എല്ലാരും കൂടി ഒറ്റ ഓട്ട ആ പെണ്ണിന്റെ വീട്ടിലേക്ക്. ആ പെണ്ണിനെ പിടിച്ചു. ഇതെന്താ? മരം വെട്ടുകാരനായ വളരെ ചെറിയ ജോലി ചെയ്യുന്ന ഒരു സ്വഹാബി. ആ സ്വഹാബിയുടെ അടുത്ത് വന്നിട്ട് ആ സ്വഹാബിയുടെ ഭാര്യ സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോ എല്ലാ സ്വഹാബി വനിതകളും ആ വീട്ടിലേക്ക് ഓടി വന്നുവത്രേ. എന്നിട്ട് ആ പെണ്ണിനോട് ചോദിച്ചു, നിങ്ങൾ സ്വർഗത്തിലാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പെണ്ണിന് ഞെട്ടിപ്പോയി. പടച്ചോനെ തന്നെ. അവര് ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്യല്? ഹേയ്, എന്താ നിങ്ങൾ ചെയ്യണത് ഈ സ്വർഗത്ത് പോവാൻ? ആ പെണ്ണ് പറഞ്ഞു, നിസ്കരിക്കലുണ്ട്, നോമ്പോൽക്കലുണ്ട്, പ്രാർത്ഥിക്കലുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കലുണ്ട്, ഇതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്യില്ലല്ലോ. അപ്പൊ അവര് ചോദിച്ചു, അല്ലല്ലല്ല, അതൊക്കെ ഞങ്ങളും ചെയ്യണ, വേറെന്തോന്നുണ്ട്, എന്താ നിങ്ങൾ ചെയ്യല്? പെണ്ണ് പറഞ്ഞൊന്നും ചെയ്യില്ല. അപ്പൊ പിന്നെ സ്വഹാബി വനിതകൾ ചോദിച്ചു, അത്ര നിങ്ങളെ ജീവിതം ഒന്ന് പറ. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു കൊടുക്കാണ്, ഞാൻ നേരം വെളുത്താൽ എന്റെ ഭർത്താവും മക്കളൊക്കെ ഉണ്ടാവും, അവരെ സുബൈക്ക് വിളിച്ചുണർത്തി പള്ളിയിലേക്ക് പറഞ്ഞേക്കും. അത് കഴിഞ്ഞ് ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കും. അതും കഴിഞ്ഞിട്ട് ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതൊക്കെ വിളമ്പിക്കൊടുത്ത് ഭർത്താവ് ജോലിക്ക് പോവാൻ വേണ്ടിയിട്ട്, മരം വെട്ടാൻ പോവാൻ വേണ്ടി ഇറങ്ങുമ്പോ ഭർത്താവിന്റെ പണിയായുധങ്ങളെല്ലാം എടുത്ത് സുന്ദരമായി കെട്ടി ഭർത്താവിന്റെ കയ്യിലേൽപ്പിച്ച് ഗേറ്റ് വരെ ഭർത്താവിനെ പിന്തുടർന്ന് ആ മൂപ്പരങ്ങ് തിരിഞ്ഞ് ജോലിക്ക് പോകുമ്പോ ബാക്കിൽ നിന്ന് വിളിച്ചു പറയും, നോക്ക്, നിങ്ങൾക്ക് ജോലി ചെയ്തിട്ട് ഒരു പൈസയും കിട്ടിയില്ലെങ്കിൽ പേടിക്കണ്ടോ, ഹലാലായത് മാത്രമേ കൊണ്ടുവരാവൂ. ഹറാമായ ഒരു ചില്ലിക്കാശ് പോലും, ഒരു വറ്റ് പോലും, ഒരരിമണി പോലും, ഒരു കാരക്കച്ചീന്ത് പോലും നിങ്ങൾ കൊണ്ടുവരരുതട്ടോ. ഈ സഹാബി വനിത വിളിച്ചു പറയണാണ്. കാരണം എന്താണെന്നറിയോ? ഞങ്ങളെല്ലാരും ദിവസങ്ങളോളം പട്ടിണി കിടക്കാൻ തയ്യാറാണ്, പക്ഷേ ഒരു മിനിറ്റ് പോലും നരകത്ത് കിടക്കാൻ തയ്യാറല്ലട്ടോ എന്ന് പറയുമ്പോ സഹാബി അങ്ങ് യാത്രയാകും. മരം വെട്ടിയിട്ട് ഉച്ചയാകുമ്പോ, ഉച്ച കഴിഞ്ഞ് മരം വെട്ടി വിയർത്തൊലിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തിരിച്ചു വരുമ്പോഴേക്ക് നിങ്ങൾ കേൾക്കണം പ്രിയപ്പെട്ട സഹോദരിമാര്, ഈ സഹാബി വനിത കുളിച്ച് മാറ്റി സുന്ദരിയായി ഈ ഭർത്താവിന് കൺകുളിർമയുണ്ടാക്കത്തക്ക രൂപത്തിൽ ഈ വീട്ടിൽ നിൽക്കുമത്രേ. അതും കഴിഞ്ഞ് മക്കളൊക്കെ കുളിപ്പിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ചിട്ട് ഭർത്താവ് കേറി വരുമ്പോ തന്നെ കാണാൻ എന്തൊരു രസം. ഖുർറത അയ്യുൻ എന്ന ആ വാക്ക്, കൺകുളിർമ. നോക്ക്, നമ്മുടെ നെല്ലാര് കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ആലോചിച്ച്, ഇതാണോ നമ്മുടെ വീട്ടിലെ അവസ്ഥ? ആണോ? നിങ്ങൾ ആലോചിക്കും. എന്നിട്ട് കഴിഞ്ഞില്ല, ഈ സഹാബി കേറി വരുമ്പോ ഈ സഹാബിയുടെ ഡ്രസ്സൊക്കെ അഴിച്ച് കുളിക്കാൻ ചുടുവെള്ളം വേണോ പച്ചവെള്ളം വേണോ എന്നൊക്കെ കൊടുത്ത് അങ്ങനെ കുളിച്ചു വന്നു കഴിഞ്ഞാൽ ഈ സ്വഹാബിക്ക് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്ത് എല്ലാരും കൂടി കഴിച്ചത് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു രസം അല്ലേ? നിങ്ങൾ ആലോചിക്കും. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ വീട്ടിൽ ജീവിക്കാണ്. നിങ്ങൾ നോക്കി, വലിയ ജോലി ഉണ്ടായിട്ടല്ല, ശമ്പളം ഉണ്ടായിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ സ്വഹാബി വനിത സ്വർഗത്തിലാണ്. നോക്ക്, അപ്പൊ നമുക്ക് എന്ത് സുഖണ്ട് സ്വർഗത്ത് പോവാൻ? എന്ത് സുഖണ്ട്? എന്തിന്റെ കുറവാ നമുക്കുള്ളത്? നിങ്ങൾ ആലോചിക്കും. എന്നാൽ നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്താ? നെയ്യത്ത് വേണം എങ്കിൽ മാത്രമേ ഒരു ആള് സ്വർഗത്ത് പോവുള്ളൂ. നേരത്തെ
പ്രിയപ്പെട്ട സഹോദരൻ ഇസ്മായിൽ വഫ സംസാരിച്ചത് അതാ. നെയ്യത്ത് വേണം. നെയ്യത്തില്ലാതെ എങ്ങനെ ഒരു മനുഷ്യന് ജീവിതത്തിൽ മുന്നോട്ട് പോവാ? ഞാൻ ചെയ്യുന്നതിന്റെ നെയ്യത്ത് എനിക്കുണ്ടാവണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി ഞാൻ ആ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് തന്നെ വരാം. ഒരു പെണ്ണ് രാവിലെ എണീക്കാണ്. നിങ്ങൾ നോക്ക്, രാവിലെ എണീച്ച് കഴിഞ്ഞപ്പോണ്ട് പുതിയാപ്പിള കവുന്നിറന്ന് ഉറങ്ങണ്. ഒരൊറ്റ ചവിട്ടാ അടിച്ച് പോയോളൂ. നിങ്ങൾ ഞാൻ ഒരേ മരത്തിൽ ഉറങ്ങി കണ്ടോ? പുതിയാപ്പിള കും കും എന്ന് പറഞ്ഞ അവിടെ തന്നെ തിരിയും. അപ്പൊ പറഞ്ഞു എണീച്ചാ സുബേസ്കരിക്കണ്ടേ? എന്നിട്ട് ഒരൊറ്റ വലിച്ച് കെട്ടിമുട്ടി കയറ്റി കുത്തി പണ്ടാറടക്കാൻ പറഞ്ഞ് മക്കളെയും വിളിച്ച്, അതും കഴിഞ്ഞ് അടുക്കളാണ്ട് തുറക്കുമ്പോൾ തന്നെ പെണ്ണിന്റെ മനസ്സിലുണ്ടാവും എന്നാണ് ഈ പണ്ടാരം തീരെ. എന്നും തന്നെ ഒരു പണി ഉണ്ടാ. നേരെ കണ്ട അകത്തേക്ക് കയറി പത്തിരി ഉണ്ടാക്കി, അപ്പോഴും പണ്ടാറടക്കാൻ പറഞ്ഞു. തിരുമ്പി, അപ്പോഴും പണ്ടാറടക്കാൻ പറഞ്ഞു. വിളമ്പി കഴുകിക്കാൻ നേരത്ത് ഇങ്ങോട്ട് കുറെ പാത്രം കഴുകാൻ ഉണ്ടോ? എവിടെയാ ഒരു നന്മയുള്ളത് ഈ വീട്ടില്? നിങ്ങൾ ആലോചിക്കും. ഈ വീട് നിങ്ങൾ നേരെ ഒന്ന് മാറ്റി നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊന്ന് മാറ്റി നോക്ക്. അപ്പൊ നമുക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഇസ്ലാമിന് സ്ത്രീ അടിച്ചമർത്തപ്പെടുന്നു എന്ന് പറയില്ല. ഇനി നിങ്ങൾ നേരെ ഒന്ന് മാറ്റി നോക്ക്. സ്ത്രീ രാവിലെ എഴുന്നേറ്റു, സുബൈക്ക് എഴുന്നേറ്റു, എന്നിട്ട് തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന ഭർത്താവിനെ സ്നേഹത്തോടു കൂടി വിളിച്ചു, മനസ്സിൽ നെയ്യത്ത് വെച്ചു. പടച്ചോനെ, ഭർത്താവിനെ ഞാൻ സുബൈക്ക് വിളിക്കാണ്, എനിക്ക് നീ ഇതിനുള്ള കൂലി തരണേ പടച്ചോനെ. കണ്ടോ? നേരം വെളുക്കുമ്പോ തന്നെ പടച്ചോൻ അക്കൗണ്ട് തുറന്ന് അതിൽ രേഖപ്പെടുത്തി കൂലി നമ്പർ 1 ഭർത്താവിനെ വിളിച്ചു. ആ പെണ്ണിനൊരു നന്മ കിട്ടിയില്ലേ? നിങ്ങൾ നോക്കി, ആ ഭർത്താവ് നിസ്കരിച്ച് അതിന്റെ കൂലി ഒന്ന് കിട്ടിയില്ലേ? 2. ഭർത്താവ് എണീറ്റു. ആദ്യം കുറച്ച് മടിച്ചു, നിർബന്ധിച്ചു. അല്ല എണീക്ക്, പ്ലീസ് എണീക്ക്. നോക്ക്, കൈയൊക്കെ പിടിച്ച് വലിച്ച് പൊന്തിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി ഒന്നൊക്കെ അടുപ്പിച്ച് പള്ളിക്ക് പറഞ്ഞേച്ച്. ഈ പെണ്ണിന് പള്ളിക്ക് പറഞ്ഞേച്ച കൂലി കിട്ടിയോ? നിസ്കരിച്ച കൂലി കിട്ടിയോ? എഴുന്നേൽപ്പിച്ച കൂലി കിട്ടിയോ? തൊട്ടടുത്ത റൂമിൽ കിടന്നുറങ്ങണ മക്കളെ റൂമിലേക്ക് പോയി സ്നേഹത്തോടെ മക്കളെ വിളിച്ചു, മനസ്സിൽ നെയ്യത്ത് വെച്ചു. പടച്ചോനെ, ഞാൻ എന്റെ മക്കളെ വിളിക്കാണ്, എനിക്ക് നീ അതിനുള്ള കൂലിതാ. എന്നിട്ട് മക്കളെ വിളിച്ചു, മക്കളെ നീറ്റു, സുബഹിസ്കരിച്ചു, കൂലി കിട്ടിയോ? നോക്കുങ്ങൾ നേരം വെളുത്തിട്ടേ ഉള്ളൂ, പുസ്തകത്തിൽ രേഖപ്പെടാൻ തുടങ്ങി കൂലി. നീ എങ്ങട്ടാ പോണ്ടി സ്വർഗം കിട്ടാൻ? നിങ്ങൾ ആലോചിക്കും. എന്നിട്ടോ അതും കഴിഞ്ഞ് നേരെ പോയത് ഈ ഭർത്താവിന്റെ ബാപ്പിയും വയസ്സായ ബാപ്പിയും കിടക്കുന്നുണ്ട്. വാതിലിന് പതുക്കെ മുട്ടി തുറന്ന് എന്നിട്ട് അകത്ത് കയറി. 2 ആളും ഉറങ്ങാതെ കേൾക്കും. വയസ്സന്മാർക്ക് ഉറക്കണ്ടാവില്ല. അകത്തേക്ക് കയറി ചോദിച്ചു, അള്ളാ ഉറങ്ങിയില്ലേ? സുഖൈനിയോ? നിസ്കരിക്കേണ്ട അമ്മ, നിസ്കരിക്കേണ്ട ബാപ്പ, ബാപ്പ പള്ളിക്ക് പോകണ്ടോ? പോകാൻ കഴിയോ? നോക്കിങ്ങള് എത്രയാ നേരം വെളുത്തപ്പം പെണ്ണിന് കൂലി. എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ ആലോചിക്കും. അതും കഴിഞ്ഞിട്ട് വലത്തെ കാലും വെച്ച് അടുക്കളയ്ക്ക് കയറുമ്പോ ഈ പെണ്ണ് മനസ്സിലും കരുതി, പടച്ചോനെ, ഞാൻ എന്റെ ഭർത്താവിനും മക്കൾക്കും ഭർത്താവിന്റെ വയസ്സായ ബാപ്പക്കും ഉമ്മക്കും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കയറാണ്. ഈ ഹൈറ് കൊണ്ടട്ടോ, ഭക്ഷണമൊക്കെ ടേസ്റ്റ് ഉണ്ടാവണട്ടോ, എനിക്ക് നീ കൂലി തരണട്ടോ. പരത്തുന്ന ഓരോ പത്തിരിക്കും കൂലിയാ. ലോകത്തെ ഏത് ഹോട്ടലിൽ അങ്ങനത്തെ കൂലിയുള്ളത്? അല്ല, നിങ്ങൾ പറ. പിന്നെ എവിടെയാ ഈ പെണ്ണ് അസംതൃപ്തയാവുക? നോക്ക്, അങ്ങനെ ഓരോ പത്തിരിയും പരത്തി വിളമ്പാൻ നേരത്തും പെണ്ണ് പ്രാർത്ഥിച്ചു, പടച്ചോനെ വിളമ്പട്ടോ, ഞാൻ എന്റെ കൂടെ ജീവേണേ, എപ്പോഴും ഇല്ലേ ഈ പടച്ചോൻ? നോക്ക്, അങ്ങനെ ഒരു പെണ്ണ് നേരം വെളുത്ത് വൈകുന്നേരമാകും വരെ ആ പെണ്ണിന്റെ പുസ്തകത്തില്, അക്കൗണ്ടില് പടച്ച റബ്ബ് എത്ര കൂലി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, എവിടെയാ പിന്നെ നിനക്ക് സ്വർഗം കിട്ടാതിരിക്കുക? എവിടെയാ പിന്നെ അസംതൃപ്തി ഉണ്ടാവുക? ഒരു പ്രശ്നവുമില്ല. ഇസ്ലാമിൽ വളരെ ക്ലീനാ കാര്യങ്ങൾ. കണ്ടോ? ഇനി നോക്ക്, ഇതൊക്കെ കഴിഞ്ഞ് അവസാനം അടുക്കളയൊക്കെ ഒതുക്കി, ചോറൊക്കെ വിളമ്പി തിന്ന് ഒതുക്കി, ഭർത്താവിന്റെ അടുത്തേക്ക് കിടപ്പറയിലേക്ക് കയറിയ പെണ്ണ് ഭർത്താവിന്റെ ഇംഗിതങ്ങൾക്കൊക്കെ നിന്ന് അവള് ഭർത്താവിനെയൊക്കെ തൃപ്തിപ്പെടുത്തി കിടന്നുറങ്ങിയാൽ നേരം പുലരുവോളം മലക്കുകൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ 24 മണിക്കൂറിൽ എവിടെയാ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരിത്തിരി സമയം കൂലിയില്ലാതെ കിട്ടിയത്? നിങ്ങൾ പറ. എന്തേ നമുക്ക് മനസ്സിൽ അസംതൃപ്തിയുള്ളത്? നമ്മുടെ മക്കൾക്ക് എന്തേ അസംതൃപ്തിയുള്ളത്? നിങ്ങൾ ആലോചിക്കും. വീട്ടിലെ അവസ്ഥകൾ മാറണം, മാറ്റിയേ പറ്റൂ.